ഇടുക്കിയിലേക്ക് വന്നാൽ അവിടെ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കുമളിയിൽ തമിഴ്നാട് അതിർത്തിയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം വീണ് ചങ്ങനാശ്ശേരി കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മരിച്ചു. ചപ്പാത്ത് ഹെവൻ വാലിയിൽ കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് തകർന്നു. ചേലച്ചുവട് കത്തിപ്പാറയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി. പാലായിൽ നിന്ന് തമിഴ്നാട് പെരിയകുളത്തേക്ക് തടി കയറ്റി വന്ന ലോറി കുമളി ചെക്ക് പോസ്റ്റ് അതിർത്തിയിൽ നിർത്തിയിട്ടപ്പോഴാണ് വൻമരം കടപുഴകി വീണത്. വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. 2 പേരെ ആദ്യം രക്ഷിച്ചു. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്രീജിത്തിനെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പുറത്തെടുത്തെങ്കിലും മരിച്ചു. ചേരച്ചൂട് കത്തിപ്പാറയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിനും ബൈക്കിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണത്. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചപ്പാത്ത് ഹെവൻ വാലിയിലെ പുഷ്പയുടെ വീടിന് മുകളിലേക്കാണ് കൂറ്റൻ പാറക്കല്ല് പതിച്ചത്. വീട്ടിലുണ്ടായിരുന്ന പുഷ്പയും മകനും ഭാര്യയും 2 മക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറിയൊരു കല്ല് വന്ന് ചെറുതായിട്ടൊന്ന് വീണം നോക്കി. ഞങ്ങളത് ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു 7:40 ആകുമ്പോൾ എല്ലാം കൂടെ കല്ലും മണ്ണും കൂടെ എല്ലാം കൂടെ ഞങ്ങൾ കിടക്കുന്ന മുറിക്ക് അടുത്ത് തന്നെ വന്ന് എല്ലാം കൂടെ പതിച്ചു. പെട്ടെന്ന് പിള്ളേരെയും വലിച്ച് കാറി കൂവിക്കും. 2 പിള്ളേരും 5 വയസ്സ് 7 വയസ്സ് കൊച്ചിനും വലിച്ചുകൊണ്ട് വൈഫിനും വലിച്ചുകൊണ്ട് വന്ന് സിറ്റോട്ട് ചാടി. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി. ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണും മണ്ണിടിഞ്ഞും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. 24 ഇടുക്കി.